30 വർഷത്തിന് മുൻപ് ഇപ്പോൾ ഞാൻ ഡിഗ്രി പഠിച്ചിരുന്നത് BSc സുവോളജിയാണ്. എൻ്റെ സിസ്റ്റർ MSc MPhilലും സുവോളജി കഴിഞ്ഞിട്ട് ആലപ്പുഴയിലൊരു കോളേജിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്ത് റിട്ടയർ ചെയ്തു. ഞാൻ 30 വർഷത്തിന് മുൻപ് BSc സുവോളജിക്ക് പഠിച്ചിരുന്ന അതേ സിലബസ് തന്നെയാണ് ഇപ്പോഴും അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ മറ്റു രീതിയിൽ സ്റ്റഡി ചെയ്തു. 30 കൊല്ലത്തിന് മുമ്പ് ഇവിടുത്തെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സിന് പഠിച്ചിരുന്ന ആ അതേ സിലബസ് തന്നെയാണ് 2023 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സിലബസിലുള്ളത്. ഏറെക്കുറെ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കാം, നമുക്ക് ബാക്കി എല്ലാ കാര്യത്തിനും ലോക നിലവാരം വേണം. പക്ഷേ നമ്മളുടെ വിദ്യാഭ്യാസത്തിന് ആ നിലവാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ള പോലും നമുക്കറിയത്തില്ല. അതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്ന പോലുമില്ല. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റികളുടെ റാങ്കിങ് എല്ലാ വർഷവും പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ആദ്യത്തെ 100-നകത്ത് ഇന്ത്യയിൽ നിന്ന് ഒരൊറ്റ യൂണിവേഴ്സിറ്റി ഇല്ല. ആദ്യത്തെ 200-നകത്ത് ഇന്ത്യയിൽ നിന്ന് ഒറ്റ യൂണിവേഴ്സിറ്റി ഇല്ല. ആദ്യത്തെ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി വരുന്ന IIT ഖരഗ്പൂർ 276-ാമത്തെ സ്ഥാനത്താണ്. ആലോചിച്ച് നോക്കുക. അതേസമയം നമ്മളുടെ കുട്ടികൾ ഇപ്പോൾ ഇതുപോലുള്ള ഫോറിൻ കൺട്രീസിൽ, ഇപ്പോൾ കാനഡയിലാണെങ്കിലും US-ലാണെങ്കിലും ഉള്ള യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോയാൽ അവർ ഇന്ത്യയിലെ IIT-യേക്കാളും എത്രയോ ഹയർ ലെവലിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. ഇവിടുത്തെ IIT-യിൽ അഡ്മിഷൻ കിട്ടാൻ കുട്ടികൾ 2-3 വർഷം അതിൻ്റെ എൻട്രൻസ് പ്രിപ്പറേഷന് വേണ്ടി മാത്രം ചിലവഴിക്കുന്നു. അതേസമയം ഇവിടുന്ന് ഒരു +2 കഴിഞ്ഞൊരു കുട്ടി അവിടെ പോയാൽ അവിടുത്തെ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിട്ട് മാറാൻ കേവലം 2 വർഷം പഠിച്ചാൽ മതി. അതേസമയം നമ്മളുടെ ഇവിടുത്തെ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആവാനായിട്ട് ഇവർ 4 വർഷം പഠിക്കുന്നു. എന്നാൽ 4 വർഷം അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയർ ആവാൻ 4 വർഷം പഠിക്കുന്നു. ഈ 4 വർഷം പഠിച്ചതിന് ശേഷം അവർ പുറത്തിറങ്ങി അവർ ആക്ച്വലി അവരുടെ വർക്ക് ലൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ 4 വർഷം പഠിച്ചതിനകത്ത് അവരുടെ സിലബസിൽ എത്രമാത്രം കാര്യങ്ങളാണ് അവർ പിന്നീട് അവർ ആ വർക്ക് ലൈനിൽ ഉപയോഗിക്കേണ്ടി വരുന്നത് എന്ന് പറഞ്ഞാൽ അവർ പഠിച്ചതിൽ 3/4 പങ്കും അവർക്ക് പിന്നീട് അവരുടെ ഒരു പ്രൊഫഷണൽ ലൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ടി വരുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മളുടെ സിലബസ് കാലാനുസൃതമായിട്ട് അതിനുള്ള മാറ്റം വരുത്തേണ്ടി വന്നത് ആരും ശ്രദ്ധിച്ചിട്ടില്ല. നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ഗാഡ്ജറ്റ് നമുക്ക് മേടിക്കാൻ നമുക്ക് പൈസ ഉണ്ട്, നമുക്ക് തീരുമാനിക്കാം. പക്ഷേ എനിക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് സിലബസ് ഇന്ത്യയിൽ പഠിക്കണം അല്ലെങ്കിൽ കേരളത്തിൽ പഠിക്കണം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വിചാരിച്ചാൽ മാറ്റാൻ പറ്റത്തില്ല. അത് മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ അത് പോളിസി മേക്കേഴ്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. അവർ വിചാരിക്കണം, ഗവൺമെൻറ് വിചാരിക്കണം, ഫെസിലിറ്റീസ് മാറ്റണം, പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സിൻ്റെ ക്വാളിറ്റിയിലും ക്വാളിഫിക്കേഷൻസിലും മാറ്റം വരുത്തണം. ഇപ്പോൾ ഒരുപാട് വിദേശ യൂണിവേഴ്സിറ്റികൾ ഇനി കേരളത്തിലേക്ക് വരാൻ പോകുന്നു കേൾക്കുന്നു. ഇനി വിദേശ യൂണിവേഴ്സിറ്റികൾ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ക്യാമ്പസുകൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അവിടെയുള്ള ആ ടൈപ്പ് ഓഫ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇവിടെ കിട്ടിയെന്ന് തന്നെ വെക്കുക. പക്ഷേ എത്ര വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരും അത് വരാനായിട്ട്? കുറഞ്ഞത് ഒരു 20 വർഷം എടുക്കും. അതെ, എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ 20 വയസ്സുകാരൻ അയാൾക്ക് വിദേശത്ത് പഠിക്കാൻ പോകാൻ താല്പര്യമില്ല, പകരം നാട്ടിൽ തന്നെ ആ ക്വാളിറ്റിയിലുള്ള എഡ്യൂക്കേഷൻ കിട്ടണം എന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടി വിട്ടിരിക്കുകയാണെങ്കിൽ 20 കൊല്ലം കഴിഞ്ഞ് 40 വയസ്സായി കഴിയുമ്പോൾ ചിലപ്പം ആ ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ഇവിടെ കിട്ടിയെന്ന് വരും. ആലോചിച്ച് നോക്കുക. അല്ല, അപ്പം നമ്മുടെ രാജ്യത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം കംപ്ലീറ്റ് മോശമാണെന്നുള്ള അഭിപ്രായം ആണോ? തീർച്ചയായിട്ടും വേണം, തീർച്ചയായിട്ടും വേണ്ടി വരും. അത് പറയുമ്പോഴത്തേക്കും ആരെങ്കിലും എവിടെയെങ്കിലും ഇത് കേട്ടോണ്ടിരിക്കുന്നവർക്ക് എന്നോടൊരു എതിർപ്പ് തോന്നിയാൽ എനിക്ക് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അവരുടെ ഇൻ്റലക്ച്വൽ ലെവലിൽ നിന്ന് അവരതിനെ കാണുന്നുണ്ടായിരിക്കും. പക്ഷേ ഞാൻ വിദേശ യൂണിവേഴ്സിറ്റിയിൽ പോയി കാണുകയും നേരിട്ട് അവിടെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ടുള്ള അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും വെളിച്ചത്തിലാണ് പറഞ്ഞു.